കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീത ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ത തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. അപ്പം നമ്മൾ 14ാമത്തെ ശ്ലോകമാണ് നമ്മുടെ കഴിഞ്ഞത്. അതിൽ അതായത് ഇനി ഒരു ശ്ലോകം കൂടി ഉള്ളൂ, ലക്ഷ്മണൻ ഗുഹനോടുള്ള സംഭാഷണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഭാഗം തന്നെ എഴുത്തച്ഛൻ എത്ര മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും എത്ര ഹൃദയസ്പർശിയായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. അപ്പം ഞാൻ അതിലത്തെ അവസാനത്തെ ശ്ലോകം 15ാമത്തെയാണ്. 14 എന്താ പറഞ്ഞു വെച്ചാൽ, ഇവിടെ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാതും ത്രിഗുണാത്മകമാണ്. സുഖത്തിൽ ദുഃഖവും ദുഃഖത്തിൽ സുഖവും എല്ലാറ്റിലും ഉണ്ട്. അത് ഏതുപോലെയെന്നാണ് പറഞ്ഞ ഉദാഹരണം, വെള്ളവും ചളിയും പോലെയാണെന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് സുഖവും ദുഃഖവും നമ്മൾ രണ്ടും ത്യജിക്കണം എന്ന് പറയാണ്. അതായത് വിവേകമുള്ളവർ ഈ ലോകം തന്നെ ദുഃഖമാണെന്ന് കണ്ട് ഭഗവാനിൽ മാത്രം ശ്രദ്ധ പതിക്കുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അവസാനത്തെ ശ്ലോകമാണ് ലക്ഷ്മണൻ്റെ ഗുഹനും ആയിട്ടുള്ള സംവാദത്തിലത്തെ. തസ്മാത് ധൈര്യേണ വിദ്വാംസ ഇഷ്ടാനിഷ്ടോപപത്തിഷു ന ഹൃഷ്യന്തി ന മുഹ്യന്തി സർവം മായേതി ഭാവനാത്. തസ്മാത് അതുകൊണ്ട്, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്, വിദ്വാംസഹ വിദ്വാൻമാർ അല്ലെങ്കിൽ വിവേകികൾ, ഇഷ്ടാനിഷ്ടോപപത്തിഷു ഇഷ്ടവും ഇനിഷ്ടവും, ഇഷ്ടം ലഭിച്ചാലും അനിഷ്ടം ലഭിച്ചാലും, ഇഷ്ടം ലഭിക്കുമ്പോഴും അനിഷ്ടം ലഭിക്കുമ്പോഴും, അതാണ് ഇഷ്ടാനിഷ്ടോപപത്തിഷു പറഞ്ഞത്. അതായത് ഇഷ്ടോ അനിഷ്ടോ ലഭിച്ചാലും സർവമായായിതി ഭാവനാൽ എല്ലാം മായയാണെന്ന് നിശ്ചയിച്ച് ധൈര്യത്തോടു കൂടെ എന്ന് ഹൃഷ്യന്തി എന്ന മുഹ്യന്തി, സന്തോഷിക്കേ മോഹിക്കേ ദുഃഖിക്കേ ചെയ്യുന്നില്ല എന്ന്. എന്താ പറഞ്ഞ, അതുകൊണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് പറഞ്ഞല്ലോ, സുഖം കഴിഞ്ഞാൽ ദുഃഖം, ദുഃഖം കഴിഞ്ഞാൽ സുഖം, ചളിയും ഇതുപോലെയാണ്, അങ്ങനെ പല ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. അതൊക്കെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഈ വിവേകികൾ സുഖം ലഭിക്കുമ്പോൾ സന്തോഷിക്കേ, ദുഃഖം വരുമ്പോൾ ദുഃഖിക്കേ ചെയ്യണില്ല, എല്ലാം മായയാണെന്ന് നിശ്ചയിച്ച് മനസ്സിനെ ധൈര്യത്തോടു കൂടി നിർത്തി നിർവികാരന്മാരായിട്ടിരിക്കണം. സാധാരണ ഇപ്പം ഒരു മജീഷ്യൻ എന്തെങ്കിലും ഒരു മാജിക്ക് ചെയ്താൽ അത് സത്യമല്ല എന്ന് നമുക്കറിയാം. ഒരു മാജിക് ഷോ കാണാൻ പോയിരിക്കുമ്പോൾ അയാൾ കാണിക്കുന്നത് സത്യമല്ല, ഒരാളെ തല വെട്ടണു എന്നൊക്കെയുള്ളത് സത്യമല്ല എന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അതിൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരാളെ തല വെട്ടണത് ഞാൻ അങ്ങനെ കുട്ടിക്കാലത്ത് എന്തോ കണ്ടിട്ടുണ്ട്. ഏതോ തൃശ്ശൂർ ഈ എക്സിബിഷന് പോയപ്പോൾ, അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, എത്ര വയസ്സിലാണെന്ന് ഓർമ്മയില്ല. അതിലുണ്ട് ഒരു പെട്ടിയുടെ ഉള്ളിലാക്കിയിട്ട് അതിൽ കിടക്കും. അപ്പം എന്നിട്ട് ആ പെട്ടി അങ്ങോട്ട് മുറിക്കും. അങ്ങനെ ഞാനൊരു മാജിക്ക് കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അതുപോലെ നമ്മളങ്ങനെ ഇപ്പോൾ ഒരു മജീഷ്യൻ, അത് നമുക്കറിയാം ശരിക്കുള്ളതല്ലാന്ന്. അതുകൊണ്ട് നമ്മളതിൽ കണ്ടാൽ പരിഭ്രമിക്കുക, പേടിക്കുക. കുട്ടിക്കാലത്ത് പേടിക്കുകയായിരിക്കും. കുറച്ച് വലുതായാൽ പിന്നെ നമ്മൾ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. അയാൾ മരിച്ചു ദുഃഖിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറേ പൂവുകൾ വന്നു അല്ലെങ്കിൽ കുറേ ഭക്ഷണ സാധനങ്ങൾ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം അതൊക്കെ നമുക്കറിയാം, അത് ജാലവിദ്യക്കാരൻ്റെ അതുപോലെയാണ് ഈ മായ എന്ന് വിചാരിച്ച് വിവേകമുള്ളവർ ഈ ദുഃഖത്തിനെയും സുഖത്തിനെയും ഒക്കെ ഉപേക്ഷിക്കും. അതാണ് ഇതാണ് ലക്ഷ്മണൻ ഗുഹനോട് പറയണം. അതുകൊണ്ട് ശ്രീരാമൻ ഇങ്ങനെ കിടക്കണേയും നീ ദുഃഖിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് തന്നെ ദുഃഖമില്ല, ഇതൊന്നും ദേഹത്തിനല്ല എന്ന് പറഞ്ഞ് നിർത്തിയത്. അങ്ങനെയാണ് നമ്മൾ അത് കഴിഞ്ഞ് 15 കഴിഞ്ഞാൽ നമുക്കൊന്ന് ഈ എഴുത്തച്ഛൻ ഇവിടെ എന്താ പറയണമെന്ന് നമുക്ക് നോക്കാട്ടോ. അതിൽ എന്താ പറയുക, ഗുഹൻ ലക്ഷ്മണനോട് ശ്രീരാമൻ കിടക്കുന്നതായിട്ടുള്ള ദുഃഖം പറയണത് തൊട്ട് തുടങ്ങാം. പുഷ്കര നേത്രനെ കണ്ടീലയോ സഖേ പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു സ്വർണതൽപേ ഭവനോത്തമേ സത്പുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും
പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ വല്യംഗസീംനീ വനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമാസ്ഥായ കൈകേയിതൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. കഷ്ടം. കൈകേയി മന്ധരം ആണല്ലോ ഇത് വന്നെന്ന് പറഞ്ഞപ്പോൾ ഗുഹൻ പിന്നെയാണ് ലക്ഷ്മണൻ ഗുഹനോട് പറയണത്. ആ ഭാഗം നമുക്ക് വായിക്കാം. ഭദ്രമതേ ശൃണു മധ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. ആദ്യം പറഞ്ഞത് അതാണ്, ശ്രീരാമനാമം ജപിക്കൂ. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസ്സഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനൊരു മുൾക്കാമ്പിലോർത്തു കണ്ടാലില്യ നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവിധി വൃഥാ. തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതീ നിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രായുദാസീന ബാന്ധവദ്വേഷ്യ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജ കർമ്മവശാഗതമൊക്കെയെന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ. യദ്യദ്യതാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥ മോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മ ഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടുമന്യോന്യ സംയുക്തമായേവനു മുണ്ടു ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബോധജനം. ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. എത്ര തന്നെ മലയാളത്തിൽ എന്തൊരു ഭംഗിയായിട്ട് പറഞ്ഞു അല്ലേ. അപ്പം അത് നമ്മൾ ഒന്നും കൂടി ഇപ്പം മുഴുവന് പറഞ്ഞു. ഇനി നമുക്ക് 16ലേക്ക് പോവാം. ഗുഹലക്ഷ്മണയോരേവം ഭാഷതോർവിമലം നഭ ബഭൂവ രാമ സലിലം സ്പൃഷ്ട്വാ പ്രാതസമാഹിത. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും രാമായണം അല്ലാണ്ട് ഇനി ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഈ എല്ലാ പുരാണങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും തത്വമൊക്കെ രാമായണത്തിലും അടങ്ങിയിട്ടുണ്ട് അല്ലേ. എത്ര വലിയ തത്വമാണ് പറഞ്ഞത്. ഇനി ഗുഹലക്ഷ്മണയോഹ ഏവം ഭാഷതോ. ഗുഹലക്ഷ്മണന്മാർ ഇപ്രകാരം സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നഭഃ വിമലം ബഭൂവ മീൻസ് വെളിച്ചായി, ആകാശം നിർമ്മലായി. എന്നിട്ടോ പ്രാതഃ രാമഃ സലിലം സ്പൃഷ്ട്വ സമാഹിത. രാവിലെ രാമൻ വെള്ളം തൊട്ടിട്ട് അവിടെ എത്തി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കുളിച്ചു എന്നർത്ഥം. അതായത് ഗുഹൻ ലക്ഷ്മണൻ്റെയും ഈ സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും വെളിച്ചായി. അപ്പോൾ ശ്രീരാമ ഭഗവാൻ വേഗം അവിടെ അടുത്ത് നദിയുടെ അടുത്താണത്. അപ്പോൾ ആ ഒരു പുഴയിൽ ഇറങ്ങി കുളിച്ച് എല്ലാം ചെയ്ത് അവിടെ എത്തിയെന്ന്. ഇനി 17, 18, 19, 20 ഒന്നിച്ചാണ് കേട്ടോ.
ഉവാച അത് 16 ഒന്നുകൂടി വായിക്കാം. ഗുഹലക്ഷ്മണയോരേവം ഭാഷതോർവിമലം നഭ ബഭൂവ രാമ സലിലം സ്പൃഷ്ട്വാ പ്രാതഃ സമാഹിത ഉവാച ശീഘ്രം സുദൃഢം നാവമാനയ മേ സഖേ ശ്രുത്വാ രാമസ്യ വചനം നിഷാദാധിപതിർഗുഹ സ്വയമേവ ദൃഢം നാവമാനിനായ സുലക്ഷണം സ്വാമിന്നാരുഹൃതാം ആരുഹ്യതാം നൗകം സീതയാ ലക്ഷ്മണേന ച വാഹയേജ്ഞാതിഭിः സാർത്ഥമഹമേവ സമാഹിത തഥേതി രാഘവ സീതാം ആരോപ്യ ശുഭലക്ഷണം ഗുഹസ്യ ഹസ്താവാലംബ്യ സ്വയം ചാരുഹദച്യുതഃ ആയുധാദീൻ സമാരോപ്യ ലക്ഷ്മണോപ്യാരുരോഹ ച. ഗംഗാനദി കടത്തണതാണ് അത് പറയണത് കേട്ടോ. സഖേ ഹേ സ്നേഹിത സുദൃഢാം നാവം നല്ല ഉറപ്പുള്ള, അത് ഗുഹനോട് പറയണല്ല, ഗുഹ സുദൃഢാം നാവം നല്ല ഉറപ്പുള്ളൊരു തോണി മേ ആനയാ കൊണ്ടുവരൂ. ഇതി ഉവാച എന്ന് പറഞ്ഞു രാമൻ. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണനല്ല, ശ്രീരാമൻ കുളി കഴിഞ്ഞ് വന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നല്ല ഉറപ്പുള്ളൊരു തോണി കൊണ്ടുവരുമെന്ന് ഗുഹനോട് പറഞ്ഞു. രാമസ്യ വചനം ശ്രുത്വ, രാമൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് നിഷാദാധിപതി, അതായത് നിഷാദ രാജാവ്, കാട്ടാളന്മാരുടെ രാജാവായിട്ടുള്ള ഗുഹൻ സുലക്ഷണാം സുദൃഢാം നാവം, നല്ല ഉറപ്പുള്ള നല്ല ഭംഗിയുള്ള എല്ലാം നല്ല ലക്ഷണത്തോടു കൂടിയ ഒരു തോണി സ്വയമേവ ആനിനായ, അവനോൻ തന്നെ കൊടുന്നു, അല്ലാണ്ട് തൻ്റെ കൂടെ പിന്നെ എപ്പോഴും തോണി കടത്താൻ ചിലരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്, അവരൊന്നുമല്ല, അവനോൻ തന്നെ പോയി തോണി കൊണ്ടുവന്നു. എന്നിട്ടോ താൻ തന്നെ ആനിനായ പറഞ്ഞുല്ലോ, കൊണ്ടുവന്നു. സ്വാമിൻ സീതാ ലക്ഷ്മണനാച്ച നൗകാം ആരുഹ്യത, വേഗം പറഞ്ഞു, ഹേ സ്വാമിൻ സീതയോടും ലക്ഷ്മണോടും കൂടി കയറിക്കോളൂ തോണിയിലെ പറഞ്ഞു. ജ്ഞാതിപി സാർത്ഥം, അതായത് ബന്ധുക്കളോട് കൂടെ അഹമേവ സമാഹിത വാഹയെ, ഞാൻ തന്നെ എനിക്ക് സഹായത്തിന് ആരെങ്കിലും കൂട്ടിയിട്ട് ഞാൻ ഗംഗാനദി കടത്തിക്കോളാം. രാഘവ തഥാ ഇതി, രാഘവൻ ശരിയെന്ന് പറഞ്ഞ് ശുഭലക്ഷണാം സീതാം ആരോപ്യ, ആദ്യം സീതയെ കയറ്റിയിട്ട് അച്യുത സ്വയം ച, അച്യുതൻ എന്താ ഒരിക്കലും ചുതിയില്ലാത്ത ആള് ആയിട്ടുള്ള ഭഗവാനും ഗുഹസ്യ ഹസ്തവും ആലംബ്യ, ഗുഹൻ്റെ കൈ പിടിച്ചിട്ട് ആരുഹത്ത് കയറി. ആദ്യം സീതയെ കയറ്റി, എന്നിട്ട് ഗുഹൻ കൈ പിടിച്ച് ശ്രീരാമനെ കയറ്റി. ആയുധാധീൻ സമാരോപ്യ, ആയുധങ്ങളൊക്കെ ധരിച്ചിട്ട് ലക്ഷ്മണ അഭി ആരുരോഹ, ലക്ഷ്മണനും തോണിയിൽ കയറി എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഗുഹ നല്ല ഉറപ്പുള്ളൊരു തോണി വേഗം ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരൂ ഈ അക്കരയ്ക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞ് രാമൻ അത് കേട്ട ഉടനെ നല്ല ഭംഗിയും ഉറപ്പുള്ളൊരു തോണി ഗുഹൻ തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, കയറിക്കോളൂ, അങ്ങും സീതയും ലക്ഷ്മണനും 3 പേരും കയറിക്കോളൂ, ഞാനും എൻ്റെ ഒപ്പമുള്ളവരും കൂടി ഞങ്ങൾ തന്നെ തോണി തുഴഞ്ഞ് മറ്റേ മറുകരയിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ വേഗം സീതയെ ആദ്യം കയറ്റി ശ്രീരാമൻ. എന്നിട്ട് അവനവൻ ഗുഹൻ്റെ കൈ പിടിച്ച് കയറി ആൻഡ് ആയുധങ്ങളൊക്കെ ധരിച്ച് ലക്ഷ്മണനും പിന്നാലെ കയറി. അപ്പോൾ അത് 4 വായിച്ചിട്ട് നമുക്ക് 21 പോവാം. ഉവാച ശീഘ്രം സുദൃഢം നാവമാനയ മേ സഖേ ശ്രുത്വാ രാമസ്യ വചനം നിഷാദാധിപതിർഗുഹ സ്വയമേവ ദൃഢം നാവമാനിനായ സുലക്ഷണം സ്വാമിന്നാരുഹ്യതാം നൗകം സീതയാ ലക്ഷ്മണേന ച വാഹയേജ്ഞാതിഭിः സാർത്ഥമഹമേവ സമാഹിത തഥേധി രാഘവ സീതാം ആരോപ്യ ശുഭലക്ഷണം ഗുഹസ്യ ഹസ്താവാലംബ്യ സ്വയം ചാരുഹദച്യുതഃ ആയുധാധീൻ സമാരോപ്യ ലക്ഷ്മണോപ്യാരുരോഹ ച. ഇനി ഗുഹൻ തുഴഞ്ഞുകൊണ്ടു. ഗുഹസ്ഥാൻ വാഹയാമാസാജ്ഞാതിഭിः സഹിത സ്വയം ഗംഗാമധ്യേ ഗതാ ഗംഗാം പ്രാർത്ഥയാമാസ ജാനകി. ഗുഹജ്ഞാതിഭി സഹിത, ഗുഹൻ സഹായത്തിന് ആളൊക്കെ ആയിട്ട് തൻ്റെ ബന്ധുക്കളോ ആരാച്ച അവരോട് കൂടിയിട്ട് താൻ സ്വയം വാഹയാമാസ, ഗുഹൻ തന്നെ തോണി തുഴഞ്ഞു കൊണ്ടുപോയി. ഗംഗാമധ്യേ ഗതാ ജാനകി, ഗംഗയുടെ നടുക്കെത്തിയപ്പോൾ സീത ഗംഗാം പ്രാർത്ഥയാമാസ, ഗംഗാനദിയോട് പ്രാർത്ഥിച്ചു സീത. ഇങ്ങനെ തോണി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗംഗയുടെ നടുക്കെത്തിയപ്പോൾ സീത ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. ഗുഹസ്ഥാൻ വാഹയാമാസ ജ്ഞാതിഭിः സഹിത സ്വയം ഗംഗാമധ്യേ ഗതാ ഗംഗാം
പ്രാർത്ഥയാമാസ ജാനകി. എന്താ ജാനകി പ്രാർത്ഥിച്ച? ദേവി ഗംഗേ നമസ്തുഭ്യം നിവൃത്ത വനവാസത രാമേണ സഹിതാഹം ത്വം ലക്ഷ്മണേന ച പൂജയേ. ഹേ ദേവി ഗംഗേ തുഭ്യം നമസ്കരിക്കണു. ഹേ ഗംഗാദേവി ഞാൻ നമസ്കാരം ചെയ്യണു. വനവാസത്തിൽ നിന്ന് രാമേണ ലക്ഷ്മണേന ച സഹിത നിവൃത്ത അഹം. രാമനോടും ലക്ഷ്മണനോടും കൂടി ഞാൻ മടങ്ങി വന്ന ശേഷം ത്വാം പൂജയെ നിന്നെ പൂജിച്ചോളാം എന്ന്. ഇപ്പം ഒന്നും പറ്റില്ല, അവിടെ വെറുതെ നമസ്കരിക്കണം മനസ്സുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, ഹേ ഗംഗാദേവി ഞാൻ എന്താ നമസ്കരിക്കണു മനസ്സുകൊണ്ട്. വനവാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും കൂടി തന്നെ ഇവരെ വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചു പോയി അവരെയും കൂട്ടി ആദ്യം മടങ്ങി വന്നിട്ട് ഞാൻ ഗംഗാദേവിയെ വിസ്തരിച്ച് പൂജിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. പൂജയെ പറഞ്ഞില്ലേ. ഇപ്പം ഞാൻ എന്താ മനസ്സുകൊണ്ട് നമസ്കരിക്കണു. എൻ്റെ ഈ 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ച് രാമനെയും ലക്ഷ്മണനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഗംഗാദേവിക്ക് പൂജ ചെയ്യാമെന്ന് പറഞ്ഞു. ദേവി ഗംഗേ നമസ്തുഭ്യം നിവൃത്ത വനവാസത രാമേണ സഹിതാഹം ത്വം ലക്ഷ്മണേന ച പൂജയേ. സുരാമാം സ്വോപഹാരൈശ്ച നാനാബലിഭിരാധൃത ഇത്യുക്ത്വാ പരകുലം തൗ ശനൈരുത്തീര്യ ജഗ്മതുഃ. ആധൃത വളരെ ആദരവോട് കൂടിയിട്ട് സീത സുരാമാംസോപഹാരൈഹി നാനാബലിഭിച്ച, അതായത് മദ്യം മാംസം മുതലായ ഉപഹാരങ്ങൾ കൊണ്ടും, അതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കണേ, പലതരത്തിലുള്ള ബലികൾ കൊണ്ടും ത്വാം പൂജയെ അങ്ങയെ പൂജിച്ചോളാം. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് തൗ അവർ രണ്ടുപേരും ഉത്തീര്യ പിന്നെ ഇറങ്ങിയിട്ട് ഉത്തീര്യ പറഞ്ഞ എന്താ അപ്പോഴേക്ക് എത്തി, മറ്റേ കരയിലെത്തി. ഇറങ്ങിയിട്ട് പരകുലം ജഗ്മതു മറുകര പ്രാപിച്ചു എന്ന്. മറ്റേ എന്താ പറയുക വെച്ചാൽ മദ്യം മാംസം തുടങ്ങിയിട്ടുള്ള പല നിവേദ്യങ്ങളും കൊണ്ട് ഞാൻ വനവാസം കഴിഞ്ഞ് വന്നിട്ട് ഗംഗാദേവിയെ പൂജിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും രാമനും സീതയും ഒക്കെ പതുക്കെ ഗംഗയുടെ മറുകരയിൽ എത്തി എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ മദ്യവും മാംസം എന്ന് പിന്നെ മാംസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് എക്സ്പ്ലനേഷൻ തരാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഞാൻ വേറെ പലതിലും വായിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിന് ശരിക്ക് പറയാച്ചാൽ പിന്നെ എന്താണ് അതിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ. ഇപ്പം അന്നത്തെ കാലത്ത് കൃഷിയൊന്നും കാട്ടിൽ വേറെ കാട്ടുമൃഗങ്ങളെ കൊന്നിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് പിന്നെ ഒക്കെ കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാൽ മടങ്ങി വന്നിട്ട് പൂജ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞാൽ ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഒരു പക്ഷേ കൃഷിയൊന്നും ഇത്ര പുരോഗമിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ പലരും പിന്നെ മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവാം, അതൊന്ന്. പിന്നെ ബുദ്ധൻ്റെ അവതാരത്തിന് ശേഷമാണ് അഹിംസയ്ക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടായത്. അപ്പോൾ ത്രേതായുഗത്തിലൊക്കെ അവർ കഴിച്ചിട്ടുണ്ടാവാം. ബുദ്ധൻ്റെ അവതാരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഇത്ര അഹിംസ, അതായത് ഈ അഹിംസയുടെ പ്രാധാന്യം വന്നത്. അപ്പോഴാണ് ധാരാളം ആൾക്കാർ മത്സ്യമാംസങ്ങളും മദ്യമൊന്നും കഴിക്കാതെ ആയത് എന്നൊക്കെ ഒരു എക്സ്പ്ലനേഷൻ്റെ. പിന്നെ വേറൊരു എക്സ്പ്ലനേഷൻ ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ മാംസം എന്നുള്ളതിന് ശരിക്കും നമ്മൾ വിചാരിക്കണം മദ്യം മാംസം എന്നല്ല അർത്ഥം. എന്ന് പറഞ്ഞു വെച്ചാൽ എന്തോ ഒരു ചെടിയുടെ ജ്യൂസെന്നേ ഉള്ളൂ. അത് ഇപ്പോൾ കാപ്പിയൊക്കെ കഴിക്കണ പോലെ ചിലപ്പോൾ അതുകൊണ്ട് ഒരു ഉണർവുണ്ടാവുമെന്ന് അറിയില്ല. അല്ലാണ്ട് മദ്യമല്ല എന്ന് ഞാൻ വായിച്ചു ഒരിക്കൽ. പിന്നെ മാംസം എന്നുള്ളത് തന്നെ നമ്മൾ വിചാരിക്കണ മീറ്റ് നല്ല അർത്ഥം. മാംസളമായിട്ടുള്ള ഫലങ്ങളും പിന്നെ പച്ചക്കറികളും കിഴങ്ങുകളോ അല്ലെങ്കിൽ മാംസം ധാരാളം ഇങ്ങനെ പിന്നെ ധാരാളം കഴമ്പുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസെന്നും അതിനർത്ഥമുണ്ട് സംസ്കൃതത്തിലെന്ന് പറഞ്ഞു. എൻ്റെ സംസ്കൃതം അതൊക്കെ അറിയാൻ തക്കണം. പിന്നെ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ഒരിക്കൽ വായിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കാപ്പിയൊക്കെ പോലത്തെ നമുക്ക് ഉണർവുണ്ടാക്കണ ഒരു ജ്യൂസ് എന്നേ ഉള്ളൂ. വെറും മദ്യം എന്ന് നമ്മൾ വിചാരിക്കണ പോലെ ഫെർമെൻറ്റ് ചെയ്ത മദ്യം എന്നില്ല എന്നും മാംസളമായിട്ടുള്ള അല്ലെങ്കിൽ ധാരാളം കഴമ്പുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസിന് അർത്ഥമുള്ളതെന്ന് വായിച്ചു. അതിപ്പോൾ നമുക്ക് എന്തായാലും അവനവൻ്റെ അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തിട്ടും ഉണ്ടാവാം.
പിന്നെയും പല ദിക്കിലും രാമായണത്തിൽ അങ്ങനെ വരുന്നുണ്ടല്ലോ. മാംസം ഉണക്കാടുമ്പോഴാണ് ഈ ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള പിന്നെ ജയന്തൻ വരണത്, അങ്ങനെയൊക്കെ കഥ ഉണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല. നമുക്കിതിൽ പറഞ്ഞ പോലെ പറഞ്ഞു പോവാം. അപ്പോൾ ഇതിൽ പറഞ്ഞത് മദ്യമാംസം ഇങ്ങനത്തെ നിവേദ്യങ്ങളടക്കം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഗംഗാദേവി ആരാധിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അവർ കരയ്ക്ക് ഇറങ്ങി, അക്കരയ്ക്കെത്തി. സുരാമാംസോപഹാരൈശ്ച നാനാബലിഭിരാധൃത ഇത്യുക്ത്വാ പരകുലം തൗ ശനൈരുത്തീര്യ ജഗ്മധു. ഇനി 24. ഗുഹോഭിരാഘവം പ്രാഹ ഗമിഷ്യാമി ത്വയാ സഹ അനുജ്ഞാം ദേഹി രാജേന്ദ്ര നോചേൽ പ്രാണാം സ്ത്യജാമഹം. അപ്പോൾ ഗുഹൻ എന്താ പറയണത്? ഗുഹാഭിരാഘവം പ്രാഹ, ഗുഹനും രാമനോട് എന്താ പറഞ്ഞ്? ത്വയാ സഹ ഗമിഷ്യാമി, ഞാനും അങ്ങയുടെ കൂടെ വരട്ടെ, ഞാൻ വരികയാണ് അങ്ങയുടെ കൂടെ. രാജേന്ദ്ര, ഹേ രാജാവേ, അനുജ്ഞാം ദേഹി, എനിക്ക് അങ്ങേ അനുഗമിക്കാനുള്ള അനുവാദം തരൂ. പിന്നെയോ ഹേ രാജാധിരാജ, എനിക്കതിനുള്ള അനുവാദം തരൂന്ന്. നോ ചേത് അഹം പ്രാണാൻ ത്യജാമി, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ കളയുന്ന അത്ര ഭക്തനാണ്. അപ്പം എന്താ പറഞ്ഞാൽ, ഹേ ശ്രീരാമ, ഹേ മഹാരാജാവേ, ഞാനും അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് വരട്ടെ, അങ്ങേ അനുനയിക്കട്ടെ, അതിനായിട്ട് എനിക്ക് അനുവാദം തരൂ. അങ്ങനെ എനിക്ക് അനുവാദം തരാത്ത പക്ഷം ഞാനിപ്പോൾ എൻ്റെ പ്രാണനെ കളയും എന്ന് പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടായി അല്ലേ ശ്രീരാമന്. ഗുഹോഭിരാഘവം പ്രാഹ ഗമിഷ്യാമി ത്വയാ സഹ അനുജ്ഞാം ദേഹി രാജേന്ദ്ര നോചേൽ പ്രാണാം സ്ത്യജാമഹം. എല്ലാവരും പ്രാണൻ ത്യജിക്കും എന്ന് പറയാണ്. ഇനി 25, 26, 27 ഒരു പകുതി ശ്ലോകമാണ് അപ്പോൾ അതിൽ കാണുന്നത്. അത് നമുക്ക് ചെല്ലാം. ശ്രുത്വാ നൈഷാദിവചനം ശ്രീരാമസ്തമഥാബ്രവീത് ചതുർദശ സമാ സ്ഥിത്വാ ദണ്ഡകേ പുനരപ്യഹം ആയാസ്യാമുദിതം സത്യം നാസത്യം രാമഭാഷിതം ഇത്യുക്ത്വാലിംഗ്യതം ഭക്തം സമാശ്വാസ്യ പുനഃ പുനഃ നിവർത്തയാമാസഗുഹം സോപി കൃച്ഛാദ്യയോ ഗൃഹം. നൈഷാദിവചനം ശ്രുത്വ, അതായത് ഈ കാട്ടാള രാജാവ് നിഷാദൻ്റെ ഈ എന്താണ് പിന്നെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമ അഥം തം അബ്രവീത്, ശ്രീരാമൻ പറഞ്ഞു അവനോട്, അബ്രവീത് പറഞ്ഞു, ദണ്ഡകെ ചതുർദശ സമാഹ സ്ഥിത, ദണ്ഡകത്തിൽ 14 കൊല്ലം താമസിച്ചിട്ട് പുനഃ അഭി അഹം ആയാസ്യാമി, ഞാൻ വീണ്ടും വരാം. ഉദിതം സത്യം, ഞാൻ ഈ പറയുന്നത് സത്യമാണ്. രാമഭാഷിതം എന്നാ സത്യം, രാമൻ്റെ വാക്ക് ഒരിക്കലും അസത്യമാവില്ല എന്ന് പറഞ്ഞിട്ട് ഭക്തം തം ആലിംഗ്യ, ഭക്തനെ ആലിംഗനം ചെയ്ത്, ഗുഹനെ ആലിംഗനം ചെയ്തത്, പുനഃപുനഃ സമാശാസ്യ, പിന്നെയും ആശ്വസിപ്പിച്ചിട്ട് ഗുഹം നിവർത്തയാമാസ, ഗുഹനെ ഗുഹൻ്റെ ആ ഷാഠ്യത്തിൽ നിന്ന് പിൻവലിപ്പിച്ചു. സ അഭി, അവനും കൃച്ഛാത് ഗൃഹം യയൗ, വളരെ സങ്കടത്തോടു കൂടിയിട്ടാണെങ്കിലും മടങ്ങി, അവനവൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്താ പറഞ്ഞത്? ഈ ഗുഹൻ കൂടെ വരട്ടെ, അങ്ങ് കൂടെ വരാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പ്രാണൻ കളയെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പിന്നെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദണ്ഡകവനത്തിൽ എനിക്ക് 14 കൊല്ലം താമസിക്കണം, അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വരാം. ഈ പറഞ്ഞ വാക്കുകൾ ഞാൻ മടങ്ങി വരാം എന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണ്. എൻ്റെ ആ വാക്ക് ഒരിക്കലും അസത്യമില്ല. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ തിരിച്ചു വരാം നിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഗുഹനെ ആ ഷാഠ്യത്തിൽ നിന്നും നിവർത്തിച്ച് മടക്കി അയച്ചു. ഗുഹൻ മനമില്ലാ മനസ്സോടെ ആണെങ്കിലും തൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. അതാണ് ഇത്. ഈ 28 കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ നിർത്താം, കാരണം ഇനി ആ വനത്തിൽ ചെന്നിട്ടുള്ള കഥയാണല്ലോ. അപ്പം നമുക്ക് ഈ 3 ശ്ലോകം ചൊല്ലി ഇവിടെ നിർത്താം. ശ്രുത്വാ നൈഷാദിവചനം ശ്രീരാമസ്തമഥാബ്രവീത് ചതുർദശ സമാ സ്ഥിത്വാ ദണ്ഡകേ പുനരപ്യഹം ആയാസ്യാമ്യുദിതം സത്യം നാ സത്യം രാമഭാഷിതം, രാമൻ്റെ വാക്ക് ഒരിക്കലും അസത്യമില്ല, ഞാൻ തിരിച്ചു വരാമെന്ന്. ഇത്യുക്തു ആലിംഗ്യ, ആലിംഗനം ചെയ്ത് തം ഭക്തം സമാശ്വാസ്യ, പിന്നെയും പുനഃ സമാശ്വാസ്യ, പിന്നെയും ആശ്വാസവചനം നൽകി. നിവർത്തയാമാസ ഗുഹം സോബി കൃച്ഛാദ്യയോ ഗൃഹം, അങ്ങനെ ഗുഹനെ മടക്കി അയച്ചു. മനമില്ലാ മനസ്സോടെ ഗുഹൻ
മടങ്ങി സ്വന്തം ഗൃഹത്തിലേക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.